ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ചായക്കട പലഹാരമാണ്, ഉള്ളിവട. വളരെ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ അടുക്കളയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 3 സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: മൈദ, കടലമാവ്, അരിപ്പൊടി, കാശ്മീരി മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കായപ്പൊടി, ഉപ്പ് ഇവയാണ്. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സവോള ഞാനിവിടെ 3 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ, വളരെ കട്ടി കുറച്ച് വേണം അരിയാൻ. അതിനുശേഷം സവോള ഇതുപോലെ നന്നായി ഞെരടി കൊടുക്കണം. അപ്പോൾ ഇത് വിടർന്ന് കിട്ടും. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചെയ്യണം. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എണ്ണം കുറയ്ക്കണം. കറിവേപ്പില അരിഞ്ഞ് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിക്കുക എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ഇളക്കിയാൽ പോരാ, നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഈ സവോളയിലെ വെള്ളമൊക്കെ ഇറങ്ങത്തുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ തിരുമ്മി എടുക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും. ഇനി ഇതിലേക്ക് ഞാൻ ലേശം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കായപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. 1/2 ടീസ്പൂണ് 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇത്ര ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത് ഒരു കരിഞ്ഞതുപോലെ തോന്നും. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കടലമാവ് ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഓരോ പൊടികൾ ഇട്ടതിന് ശേഷവും നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. എല്ലാ പൊടികളും കൂടെ ഒരുമിച്ചിട്ടിട്ട് യോജിപ്പിക്കുന്നതിലും നല്ലത് ഓരോന്നായിട്ട് ഇട്ട് യോജിപ്പിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇതിലേക്ക് ഇനി മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോണേ. സവോളയിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ തന്നെ ഇതെല്ലാം മിക്സ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇച്ചിരി ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളം തളിച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സവോള ആയിരിക്കണം ഉള്ളിവടയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവോള ഇട്ടല്ല ഉള്ളിവട ഉണ്ടാക്കേണ്ടത്. സവോളയിലേക്കാണ് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. സവോള ആയിരിക്കണം കൂടുതൽ നിൽക്കേണ്ടത്, പൊടികൾ കുറവായിരിക്കണം. സവോള എല്ലാം കൂടെ ഒന്ന് തമ്മിൽ പിടിച്ചിരിക്കുന്നതിനുള്ള പാകത്തിലുള്ള പൊടി മാത്രമേ ചേർക്കാവൂ. ഞാനിവിടെ ഇപ്പോൾ എല്ലാം കൂടെ 7 ടേബിൾ സ്പൂണാണ് പൊടികൾ ചേർത്തിട്ടുള്ളത്. 7 എന്നുള്ളത് 8 വരെയൊക്കെ ആവാം. അതിൽ കൂടുതൽ ഒരു കാരണവശാലും ചേർക്കരുത്. പിന്നെ അതിൽ കൂടുതൽ ചേർത്താൽ നമുക്ക് ആ ഒരു മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഇത് കറക്റ്റ് പാകമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അത് കയ്യിലെടുത്തൊന്ന് ഉരുട്ടി നോക്കണം. ഉരുട്ടി നോക്കുമ്പോൾ ഒരു ബോൾ പോലെ നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമാണ്. വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല. വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളിവട ഉരുട്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഒരു ലേശം നനവ് വേണം. 2 കയ്യിലും നനവ് വേണം. ആദ്യം തന്നെ കുറച്ച് മാവ് കയ്യിലെടുത്ത് നമുക്കൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. ഇനി മറ്റേ കയ്യിലേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് പതുക്കി കൊടുക്കുക. ഉഴുന്നുവടയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഉണ്ടാക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേ മാവ് തന്നെ നമ്മൾ ബോൾസായിട്ട്, വലിയ ബോൾസായിട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റേ അല്ല കിട്ടുന്നത്. അതുകൊണ്ട് വളരെ കട്ടി കുറച്ച് വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ബോൾസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസായിട്ട് മാത്രം ഉണ്ടാക്കുക. ഏറ്റവും നല്ലത് ഇതുപോലെ ഉണ്ടാക്കാനാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുപോലെയാണ് ഉള്ളിവട കിട്ടുന്നത്. അപ്പം ഞാൻ ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുന്നത്. തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കണം. ഇനി ഇപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ വറുത്തു പോരാം. ആദ്യം തന്നെ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ ആ ഉള്ളൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലോട്ട് ആക്കാം.
അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മിക്സ് തയ്യാറാക്കിയ സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവേ. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ബാച്ചും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഉള്ളിവട തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു ചൂട് ചായയുടെ കൂടെ കറുമുറാന്ന് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.